അമ്മയ്ക്കൊന്നുമില്ല മോനെ, മോൻ വിഷമിക്കാതെ. അമ്മയുടെ വയറ്റിലെ വാവ പോയി മോനെ. നിന്റെ നല്ലയുടെ ഗർഭം കലങ്ങിന്ന് കേട്ടല്ലോ. അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നോടാ. അവളങ്ങനെയൊന്നും ചാവൂല, ഓരുമ്പെട്ട പോലെ അടിച്ചു. പിതൃഹത്യ എന്ന മഹാപാപം നടത്തിയവൻ നാരായണൻ. പാപപുണ്യ ഭേദങ്ങളൊന്നും തന്നെ എൻ്റെ മനസ്സിലില്ലായിരുന്നു. എൻ്റെ അമ്മയെ രക്ഷിക്കാൻ ഞാനത് ചെയ്തു. എൻ്റെ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നാട്ടുകാരറിയാം ഇത്തിരി പോന്ന ചെക്കനെ പോലീസ് പിടിച്ചോണ്ട് പോകും. ഈ പ്രായത്തിൽ അവൻ ജയിലിൽ പോയി കിടന്ന അത് ആലോചിക്കട്ടെ നമ്മള്. വഴി ഞാൻ പറയാം. ദാ ഈ വേലപ്പം പൂശാരി ഇവനേക്കും തൽക്കാലം അവനും കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അത് ഏട്ടത്തിയമ്മ തരണം. എന്താ അറിയില്ല കുഞ്ഞമ്പോ. ഞാനെല്ലാം വേണ്ട പോലെ നോക്കിക്കോളാം. നമ്മുടെ കുട്ടിയുടെ രക്ഷയ്ക്കുള്ള വഴിയല്ലേ നോക്കേണ്ടു നമ്മള്. അവൻ എവിടെ ഉണ്ണി? അയ്യോ, എന്റെ താലിച്ചേരുടെ അറുത്ത് കളഞ്ഞല്ലോടാ മോനെ നീ. എന്തിനു ചെയ്തടാ ഈ മഹാഭാവോ? എന്തിന്? പോ, നിക്ക് കാണണ്ട. അച്ഛനെ കൊന്ന അസുര, പോ എന്റെ മുമ്പിൽ. അമ്മ ആശുപത്രി കിടക്കയിൽ, ഞാൻ ചെറിയച്ഛനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അവിടെ എനിക്ക് സഹോദരങ്ങളായി 5 പേരുണ്ട്. 4 ആൺകുട്ടികളും പിന്നെ മാലു എന്ന അനിയത്തിക്കുട്ടി. ചെറിയച്ഛൻ പറഞ്ഞതുപോലെ വേലപ്പം പൂശാരി അയാളെ ചെറിയച്ഛനെ ഒളിപ്പിച്ചിരിക്കും. എന്നെ തേടി പോലീസ് വരുമെന്ന ഭയമൊന്നും എനിക്കില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊന്നും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാലെടുത്ത് കുത്തിയതേ ഉള്ളൂ ഈ ചെക്കൻ. എന്താ എന്താ ഇവിടെ? എന്താടാ ഇത്? ഈ ചെക്കൻ ഞാൻ പറയാം. ഞാനൊരു പാത്രത്തിൽ ചാണവെള്ളം കലക്കി എന്റെ തലവഴി ഒഴിച്ചു. എന്നിട്ട് ആ പാത്രം ചെറിയ മോന്ത കുറ്റിക്കെറിഞ്ഞു. പോടാ, പോയി കുളത്തിൽ മുങ്ങിട്ട് പോടാ. വേദനിച്ചോ ഇന്ദ്രാണി? അതെ, ആ ചെക്കനെ എത്ര കാലം വെച്ചാ ഇവിടെ പാർപ്പിക്കാൻ പോണേ? എടീ, ആ ചെക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ ഏട്ടൻ രാമൻകുട്ടി ഇക്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ ലക്ഷങ്ങളുടെ ഏക അവകാശിയാണ്. ആശുപത്രി കിടക്കുന്ന അവന്റെ തള്ള ഇന്നത്തെ രാത്രി പുലരുവോന്നറിയാത്ത അവസ്ഥയില. അവളുടെ കണ്ണ് മൂടും മുമ്പ് ചെക്കന്റെ നിയമപരമായ സംരക്ഷകൻ എന്നുള്ള അവകാശം എന്റെ കൈക്ക് വരണം. അത് കഴിയട്ടെ, എന്നിട്ട് അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ വലപ്പാ? ഒന്നും കാണാത്ത തമ്പുരാൻ. എന്റെ കുട്ടികളെ കൊല്ലാൻ നോക്കാ നീ? സ്വന്തം തന്തയെ കുത്തിക്കൊന്ന അസുരനല്ലേ? ചോര കണ്ട അറപ്പ് മാറിയിരിക്കുന്നു ഈ വയസ്സില്. വരട്ടെ കുട്ടികളുടെ അച്ഛൻ. എനിക്ക് ഇന്നറിയണം ഈ തന്തക്കാലിനെ ഇവിടെ പൊറപ്പിക്കാൻ പോണ കാര്യം. എന്റെ കുട്ടികളെ തല്ലും. തമ്പുരാനെ, ആശുപത്രിയിൽ നിന്നൊരു വിവരം ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ അമ്മ എന്താ ചത്തോ? അമ്മ പോയിന്നാ പറഞ്ഞേ. കണക്കൊക്കെ പഠിച്ചല്ലോടോ.
വാടാ, എണീറ്റ് വാടാ. ഇവിടെ ഇപ്പൊ നിനക്ക് കൂട്ടുകിടക്കാനൊന്നും ആരുമില്ല. ബലിയും കർമ്മൊക്കെ അവിടെ പോയിട്ട് എന്താ ആവാം. ഇല്ല, ഞാൻ വരണില്ല. ഇനി ഞാൻ ഇവിടെയാ താമസിക്കാൻ പോണത്, എന്റെ വീട്ടില്. പിന്നെ നിന്നെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാവുമെന്ന് നോക്കട്ടെ. എണീറ്റ് വാടാ. അതിന് ശ്രമിക്കണ്ട, നടക്കില്ല. എന്റെ പേര് ദേവർമഠം നാരായണൻ എന്നാണ്. കളി വേണ്ട എന്നോട്. പോയിക്കോ, പോയിക്കോളാൻ. ദിവസങ്ങൾക്കുള്ളിൽ മറവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വേലപ്പൻ പൂശാരി പോലീസിനോട് പറഞ്ഞത് ഞാൻ അച്ഛനെ കൊല്ലുന്നത് അയാൾ കണ്ടുവന്ന്. അത് നുണയായിരുന്നെന്ന് എനിക്കറിയാം. ആ നുണ പറയിച്ചത് എൻ്റെ ചെറിയച്ഛനാണെന്നും എനിക്കറിയാം. പക്ഷേ അച്ഛനെ ഞാൻ കൊന്നില്ല എന്ന് പറയാൻ എനിക്കും കഴിയുമായിരുന്നില്ലല്ലോ. കുട്ടികളുടെ ജയിലിൽ കഴിഞ്ഞ വർഷങ്ങൾ, ശിക്ഷയുടെ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയായിരുന്നു. ഒരു വഴിയമ്പലത്തിൽ വെച്ച് എനിക്കൊരു കൂട്ട് കിട്ടി. അച്ഛൻ, ഗുരുനാഥൻ, എന്തും വിളിക്കാവുന്ന വെള്ളോടി, ഒരു വലിയ മനുഷ്യൻ. സ്മിതമുഖി മാപീനവക്ഷോണിഭ്യാമളി പൂർണ്ണരത്നചഷകം രക്തോൽപലം വിഭൃതിയും സൗമ്യാം രത്നകടസ്ഥ രക്തചരണാം ധ്യായേത് പരമാംബികാം. വെള്ളോടി മരിച്ചില്ലല്ലേ? ഇല്ല, അതങ്ങനെ പാടില്ലല്ലോ. താൻ കണ്ണു തുറന്ന് എന്തെങ്കിലും മിണ്ടി പറഞ്ഞോ എന്നറിയാൻ വേണ്ടി പെരുമാൾപുരം ഗ്രാമം മുഴുവൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവരോട് തിരിച്ചു പോകാൻ പറയണം. നിവർന്ന് നിൽക്കാൻ കഴിയുന്ന നേരം നാരായണൻ അവിടേക്ക് പുറപ്പെട്ടിരിക്കും. അയാൾ കണ്ണു തുറന്നു, നിങ്ങളുടെ നാരായണൻ. ഒന്നും ഭയക്കേണ്ടതില്ല, ഒരാപത്തും സംഭവിക്കില്ല അയാൾക്ക്, നിങ്ങളുടെ പ്രജാപതിക്ക്.